സിനിമ ശരിക്കും പറഞ്ഞാൽ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇരിക്കാൻ ഇപ്പൊ കഴിയുന്നില്ല. അവനെ വല്ലാതാവില്ല. ഇപ്പൊ അവർ ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആണ്. അല്ല, അവര് പൈസ മുടക്കി എടുക്കുന്ന സാധനമാണ്. ഈ തലമുറയിൽ കാണാൻ ഒരു ആട്ടവും ചാട്ടവും പാട്ടും ഇത്രേ ഉള്ളൂ. Feel the freshness. Feel the softness. DQ 78 TFM Grade 1 Soap. മലയാള സിനിമ ഇത് എന്തിനുള്ള പുറപ്പാടാണ്? ഇന്നത്തെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിരിയുണ്ടോ, ചിന്തയുണ്ടോ? ഒന്നുമില്ല. സലീം കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്നത്തെ സിനിമയിൽ യാതൊരു ചിരിയുമില്ല. അവർ പറഞ്ഞതിൽ കാര്യമുണ്ട്. അവരുടെ കാലഘട്ടങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പഴയ കാലഘട്ടം തിരിഞ്ഞു നോക്കുമ്പോൾ ചിരിയുണ്ട്. ജഗതി ശ്രീകുമാർ, ഇന്നസെന്റ്, സലീം കുമാർ, നീണ്ട നിര തന്നെയുണ്ട്. പഴയ നിര, അതിലും വലിയ നിര തന്നെയുണ്ട്. ഇന്ന് ഏത് നിരയാണുള്ളത്? ഇന്ന് ചിരിക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ? കുറേ എന്തോ പോലുള്ള തട്ടിക്കൂട്ട്, ബിസിനസ്, അപ്പോൾ തന്നെ കാശ് വേണം, ഉടൻ പണം, അതല്ല ഇന്നത്തെ ചിന്താഗതി. നമുക്ക് ജനങ്ങളോട് ചോദിക്കാം, ജനങ്ങൾ പറയട്ടെ ബാക്കി കാര്യം. ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്. ഞാൻ 20 വർഷമായി സിനിമ കണ്ടിട്ട്. 20 വർഷം. ഇവിടെ ഏതാ കഥയുള്ളൊരു സിനിമയുള്ളൂ? ഒന്ന് കാണിച്ചു തരാമോ? നല്ല നടന്മാരുണ്ടോ? നിസ്സാരം നടന്മാരേ ഉള്ളൂ. ഉള്ള അഭിനയിക്കാൻ അറിയാവുന്നവരൊക്കെ മരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അഭിനയം അറിയാവുന്നവർ മരിച്ചുപോയി. ഏതാ സിനിമയുള്ള നല്ലത്? ഒന്ന് പറഞ്ഞു. പറ്റുന്നുമില്ല. ജഗദീഷ് ശ്രീകുമാർ അവരൊക്കെ പോയില്ലേ, അവരുടെ കാലം കഴിഞ്ഞു. അതേപോലെ ഇനി ഒരാൾ ഇനി അത് ഇല്ലെങ്കിലും അതിൻ്റെ ഒരു 50% അഭിനയിക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സാമ്പത്തികത്തിന് വേണ്ടി മാത്രമാണ്. ഇപ്പം കാണാൻ പോകുന്നവരൊക്കെ പൊട്ടന്മാരാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ 20 വർഷമായി തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട്. ഊമ്പിക്കലും സത്യത്തിൽ തന്നെ പറയാം. അല്ല, സിനിമ എന്ന് പറഞ്ഞാൽ കഥയില്ല. ഒരു പാട്ടുണ്ടോ നിങ്ങൾക്ക് പറയാൻ പറ്റും? പാട്ടുമില്ല. പാട്ടുണ്ടോ? ഒന്ന് പറയാമോ നിങ്ങൾക്ക്? നിങ്ങൾ ഇതായിട്ട് ഓർമ്മ തട്ടുന്ന പാട്ടേ ഇല്ല. ഒറ്റ പാട്ടില്ല. പാട്ടെന്ന് പറയുന്ന സംഭവമില്ല. അത് ഇപ്പോൾ ഇറങ്ങുന്ന പാട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് മനുഷ്യനെ ഇപ്പോൾ പറ്റിക്കുന്ന പരിപാടിയാണ് സിനിമ. അല്ല, സിനിമ ഒന്നുമില്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. ഒന്നുമില്ല, തീർച്ചയായിട്ടും ഒന്നുമില്ല. ഹാസ്യം പോട്ടെ, എല്ലാം ഹാസ്യം പോട്ടെ. നല്ലൊരു കഥ വേണ്ടേ? ഒരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ എന്താണെന്ന് അറിഞ്ഞിരിക്കണ്ടേ? ആരെങ്കിലും വരും, ഒരു കഥ എഴുതും, അത് സിനിമയാക്കും. കുറേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേർക്ക് എന്താണെന്ന് അറിയില്ല. അതിനെക്കുറിച്ച് കഥ എന്താണെന്ന് അവർക്കറിയില്ല. കഥയുള്ള സിനിമ എന്താണെന്ന് കുറേ ആട്ടും പാട്ടും കാണണം, കുറേ ഇടി കാണണം. അതല്ല, നമ്മൾ ജീവിതത്തിൽ ഒന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ ഒരു നല്ല കഥ ഉണ്ടെങ്കിൽ നമ്മളത് കാണും, ആശ്വസിക്കും. കോമഡിയും പഴയ സിനിമയുടെ ഓരോ കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇല്ലേ? ഒരുപാട് സിനിമയുണ്ട്. മോഹൻലാലിൻ്റെ ഉണ്ട്, മമ്മൂട്ടിയുടെ ഉണ്ട്, നസീറിൻ്റെ ഉണ്ട്, ജയൻ്റെ ഉണ്ട്. ഒരുപാട് പടങ്ങൾ നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലിരിപ്പുണ്ട്. പാട്ടുകൾ, അന്നത്തെ പാട്ട് ഇന്നും നമ്മൾ കാണാണ്ട് പാടും. അതാ ഇപ്പോഴും പാടുന്നത്. ഏതാ ഒരു പാട്ടിറങ്ങുന്നത്? അത് ഇവർക്ക് ചിന്തിക്കാൻ പാടില്ല സംവിധായകന്മാർക്ക് നല്ലൊരു പാട്ടിറക്കണമെന്ന്. അപ്പോൾ ജനങ്ങൾ കൂടും, കാണാൻ വരും. ഇപ്പോൾ ആരാ വരുന്നത്? ആരും വരുന്നില്ല. അത്രേ പറയാനുള്ളൂ. അതെ, തോന്നിയിട്ടുണ്ട്. ഇപ്പോഴുള്ള സിനിമകളിലെല്ലാവരും വയലൻസ് മാത്രമേ ഉള്ളൂ. പഴയ സിനിമയിലാണെങ്കിൽ ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലെങ്ത്തിൽ മാത്രമുള്ള സിനിമകളാണ്. എന്നാൽ കുറച്ച് കൂടുതലും വയലൻസുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ ശരിക്കും പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ചിന്തിപ്പിക്കാനും ചിരിക്കാനും ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിയേറ്ററുകളിൽ പോകുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതൊന്നും കുറഞ്ഞു വരണേണ്. കോമഡികൾ കുറഞ്ഞ് കുറേ എന്താ പറഞ്ഞാൽ ആൾക്കാരിലേക്ക് ആക്രമണം അങ്ങനെയുള്ളൊരു രീതിയിലുള്ള ഫൈറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തുന്നത്. അതാണിപ്പോൾ ആൾക്കാർക്ക് വേണ്ടത്. മെസ്സേജുകൾ കുറവാണ് സിനിമകളിൽ. എന്താ പറയണ, പ്രത്യേകിച്ച് സിനിമകളിലൊന്നുമില്ല, തീമൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു തീം വെച്ചിട്ട് വലിയൊരു ഒരു സിനിമയാക്കി എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇരിക്കാൻ ഇപ്പൊ കഴിയുന്നില്ല. ഞങ്ങളുടെ ജീവിതം ഭയങ്കര ടഫുള്ള റിസ്ക് പിടിച്ച ജോലി. ഞങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. പുക, ട്രാഫിക്, ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ ആപ്പാടെ ഇതിലായി നിൽക്കാൻ. പിന്നെ ഒരു ഹാസ്യ സിനിമ കാണാനായിട്ട് കയറുമ്പോൾ സിദ്ദീഖിനെ പോലുള്ള സംവിധായകരുണ്ടായിരുന്ന സമയത്ത് ചിരിച്ചിട്ടുണ്ട്. ചേട്ടാ, ഇന്നത്തെ കാലത്ത് ചിരിക്കും വലിയ പ്രസക്തിയൊന്നുമില്ല. ശരിക്കും എന്താ പ്രസക്തി? ആർക്കെങ്കിലും സമയമുണ്ടോ ചിരിക്കാൻ? ഇപ്പം ന്യൂജൻ രീതികളാണ്. അപ്പോൾ പുതിയ തലമുറകൾ വരുമ്പോൾ പുതിയ രീതിയിലുള്ള പടങ്ങൾ വരും. പണ്ട് ഒരുപാട് കാശ് മുടക്കി പടമൊക്കെ പിടിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. 1, 2, 3 സീനിൽ വെച്ച് ചെറിയ രീതിയിൽ മുതൽ മുടക്കൽ. ഇപ്പോൾ ഈ 2 ദിവസം മുമ്പ് ഞാൻ പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. അതിനാകെ നിസ്സാര സീക്വൻസ് ബേസിൽ അങ്ങനെ 1, 2 പേരെ അറിയുന്നവർ മാത്രം, അങ്ങനെയുള്ള സിനിമകളാണ്. ഇപ്പോൾ ആളുകൾ എന്താണ് പ്രോഫിറ്റ് അതാണ് നോക്കി ചെയ്യുന്നത്. അല്ലാതെ പഴയതുപോലെ ആളുകളെ ഫുൾ ടൈം എൻ്റർടൈൻ ചെയ്യിച്ച് അങ്ങനെ ഒരു രീതിയിലേക്കൊന്നുമില്ല. ജനങ്ങൾക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്ന അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടണം, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്.
പിന്നെ പണ്ടത്തെ സിനിമകളൊക്കെ നല്ലതാർന്ന് നമുക്ക് ഒരുപാട് അതിൽ ചിന്തിക്കാനും ചിരിക്കാനും കരയാനും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. പിന്നെ നല്ല പടമായിരുന്നു. അതുപോലെ ഒരു ആകാശദൂത് അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ തന്നെ ഇപ്പോൾ ചില പടങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പ്രതീക്ഷയുള്ള പടം എമ്പുരാൻ വരും. അതിൽ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടത്. ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. ഇപ്പം മാർക്കോ എന്ന് പറയുന്ന പടം വന്നുകൊണ്ടായിരിക്കും ഇപ്പോൾ വയലൻസ് കൂടി എന്ന് പറയുന്നത്. പക്ഷേ ഹാസ്യത്തിന് അതിൻ്റെതായ എല്ലാ പടത്തിലും കുറച്ചെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഹാസ്യം പടങ്ങളുണ്ട്. അതെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സലീം കുമാർ ചേട്ടനോട് എനിക്ക് അഗ്രി ചെയ്യേണ്ടി വരും. കാരണം പണ്ടത്തെ കാലത്തെ കോമഡികൾ അതേപോലത്തെ സിനിമകൾ നമുക്കിപ്പോൾ കുറവാണ്, വളരെ കുറവാണ്. ശരിയാണ്. ഇപ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക്കായ പടങ്ങളാണ് മലയാള പടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് കുറച്ചൊക്കെ ശരിയാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും നല്ല കൊമേഡിയനായിട്ട് തോന്നിയിട്ടുള്ള ആരാണ് മൊത്തത്തിലുള്ള പടം കണ്ടാലും? ജഗദീഷ് ശ്രീകുമാർ.